വെറുതെ ഒരു പാർക്കിൽ ഫാമിലിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെ തിരിഞ്ഞാലും കുൽസിത അവന്റെ ആകാൻ. താൻ എന്തുവാടോ കാണിക്കുന്നത്? ഇത് എന്തൊരു ഉറക്കം. ചന്തയിൽ വെയിലടിച്ചാലും എണീക്കൂലേ? മക്കളെ മക്കളെ എണീക്കേ. മക്കളെ മണി 8 എണീക്കുന്നു. ഞാൻ കുറച്ചു നേരം കൂടെ ഒന്ന് ഉറങ്ങിക്കൂട്ട്. ഒന്നാമത് ഇന്നലെ ലേറ്റ് ആയിട്ടാ കിടന്ന. എങ്ങനെ ഉറക്കം വരും? രാത്രി മുഴുக்க ആ കുന്ത്രാണ്ടം തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അമ്മൂമ്മയുടെ പ്രശ്നം എന്താണ്? ഞാൻ ഫോണിൽ തോണ്ടുന്നതാണ് ഉറങ്ങുന്നതാണ്. കുറച്ച് സമാധാനം തരുമോ? എന്തോന്ന് ബഹളം ഇത് രാവിലെ? വന്നടുത്തത് ഇവള് പറയണത് കേട്ടാ, ഇവക്ക് ഒരു നന്ദിയില്ല കേട്ടാ. മനസ്സമാനത്തോടെ ഇരുന്ന് നമ്മള് ഇവളുടെ പഠിത്തം നോക്കാൻ വേണ്ടി ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ ഇവളുടെ മനസ്സമാനം നമ്മള് കളഞ്ഞെന്ന്. നീ ചുമ്മാരി. മക്കളെ ഡേയ് എരി എരി വാ, പല്ല് വെച്ചിട്ട് നമുക്ക് കാപ്പി കുടിക്കാം. എനിക്ക് ആശം പിടിക്കാൻ. ഓ, എനിക്ക് എപ്പോഴേ അറിയാമായിരുന്നു ഈ ഉണക്ക ദോശയാണെന്ന്. ഞാൻ എൻ്റെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ എന്തിനാ ഈ വയ്യാത്ത കാലം വെച്ച് രാവിലെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചത്? ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കി വെക്കാൻ. മക്കളെ ഭാഷ അണിയാതെ വന്നിരിക്കും. ഇന്നത്തേക്ക് തൽക്കാലം ഇത് കഴിക്കും. എന്തായാലും എനിക്കുള്ള ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോ ഞാൻ കഴിക്കും. ആ ആ അവിടെ നിന്ന് റൈറ്റ്. ഞാൻ അങ്ങോട്ട് വരാം. ആര് പറഞ്ഞു മോളെ? അത് ഫുഡ് ഓർഡർ ചെയ്ത് ഞാൻ നോക്കിയിട്ട് വരാം. എപ്പോഴും എന്തിനു ഫുഡ് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യണത്? ശരി പോട്ടെ, അപ്പൂപ്പ പോയി വാങ്ങിച്ചിട്ട് വരും. മോൾ ഇവിടെ നിൽക്കി. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അപ്പൊ എന്തോന്ന് ഈ നിക്കറിട്ടിട്ട് നീ പുറത്ത് പോകാൻ പോണ? നിൽക്കാൻ എന്ത് കുഴപ്പം? ആ അല്ല ചേട്ടാ, അവിടെ തന്നെ ഞാൻ പുറത്തോട്ട് വരാം. എടി ഈ തോർത്ത് എങ്ങനെ എടുത്ത് മറച്ചിട്ട് പോ. ചേട്ടനെ ഇവിടെ കാണാനില്ലല്ലോ. അയ്യോ ചേട്ടാ, അത് അപ്പുറത്തെ സ്ട്രീറ്റ്. ഇപ്പുറത്തെ സ്ട്രീറ്റിലോട്ടോ. എടി എടി ചേട്ടാ, ചേട്ടന് ഗൂഗിൾ മാപ്പ് നേരെ നോക്കാനെങ്കിലും അറിയാമോ? ഓ ഈ പെണ്ണ് മനുഷ്യന് നാണം കെടുത്തു. ചേട്ടാ, അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ എങ്ങോട്ട് പോണ്? അവള് ഫുഡ് ഓർഡർ ചെയ്ത് അത് വാങ്ങിക്കാൻ പോണ്. അതിന് തോർത്ത് എന്തിനു ജയന്തി? അത് പിന്നെ എന്റെ ഈ ഫുഡ് ചൂടായിട്ട് പിടിക്കാൻ കൊണ്ടുവന്നായിരിക്കും. ഫുഡ് കവറിലാണ് വരണം. അമ്മ തിരിച്ച് പൊക്കോ. എന്നാലും ഞാൻ കൂടെ വരും. ഞാൻ പോട്ടേക്കല്ലേ? എടി ഇത് ഒത്തിരി പൊടി. എന്തോന്നും ചേട്ടാ, എത്ര നേരിട്ടിരുന്ന് ചുറ്റുന്ന് ഫുഡ്. ചുമ്മാ നാണം കെടുത്തതാ. സാധനം തന്നല്ല, നീ പോ. താങ്ക് യു മാഡം. പിന്നെ ഈ മാനം കെടുത്താനായിട്ട് ഇങ്ങനെ ഒരു എണ്ണം. എടി അവിടെ വരെയെങ്കിലും ഒന്ന് മറച്ചോണ്ട് പോടി. എടി നിക്കേ. എടി അപ്പൊ നമുക്ക് ഇനി ഈ ഒരു ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാം. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്ന ലിപ്സ്റ്റിക് ആണ്. അപ്പൊ നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത് എന്തോന്ന് മക്കളെ റൂമൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കണേ. ദാണ്ട പകൽ സമയത്ത് ട്യൂബ് ഇട്ട് വെച്ചിരിക്കണേ. ഈ കറണ്ട് ബില്ലൊക്കെ ആകെ. എന്തോ നമ്മ വരുമ്പോ ഒന്ന് നോക്ക് ചെയ്തിട്ട് വരണ്ടേ? ഇതൊക്കെ എന്തിനു ഓഫ് ചെയ്യുന്ന? ഞാൻ ഇനി കയറി വരാൻ ശുപാർശ കത്ത് വാങ്ങിച്ചിട്ട് വരാം. സത്യം പറയണേ, നീ എൻ്റെ അടുത്ത് ഒളിക്കാതൊക്കെ നീ ഇവിടെ എന്തോ ചെയ്തിട്ടിരുന്നേ? എന്റെ പൊന്നമ്മ, ഞാൻ ഒരു റീൽ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അത് നശിപ്പിച്ച്. പിന്നെ ഒരു കാര്യം, ഏതെങ്കിലും റൂമിൽ കയറി വരുമ്പോ നോക്ക് ചെയ്തിട്ട് വരാന്നുള്ള ഒരു മിനിമം മാനേഴ്സ് ആണ്. മനസ്സിലായോ? ഓ മാറി വെച്ച അങ്ങോട്ട്. തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചൂടെ? ഈ റൂം അടച്ച് കോപ്രായം കാണിച്ചിട്ടിരിക്കണ നേരം നിനക്ക് തന്നെ ഇതിനെ വൃത്തിയാക്കി ഇട്ടൂടെ? ഈ വയ്യാത്ത കാല് വെച്ച് ഞാൻ ഇങ്ങോട്ട് വന്ന് ചെയ്യണോ? ഞാൻ പറഞ്ഞ അമ്മൂമ്മ എടുത്തതൊക്കെ വൃത്തിയാക്കി ഇടാൻ. എനിക്ക് സമയം കിട്ടുമ്പോ ഞാൻ തന്നെ എന്റെ റൂം വൃത്തിയാക്കി വെച്ചോളാം. പോരെ? നീ കൊറേ ചെയ്ത് തുണിയൊക്കെ നാറിയിട്ട് വയ്യ. റൂമില്ല നശിപ്പിച്ച്. അയ്യോ ആരെങ്കിലും ഓടി വന്നേ. എന്തോ എന്ത് വെച്ചേടി? നീ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കണ? അവളെ ചെവിയിൽ മറ്റേ കുന്ത്രാണ്ടോ വച്ചോണ്ടിരിക്കല്ലേ? പതുക്കെ നടന്നു വാ. അയ്യോ, ഇത് ആശുപത്രി പോകേണ്ടി വരുമോ? നോക്കി വാ, നോക്കി വാ. എന്തിനാണ് ഈ ആവതില്ലാത്ത സമയത്ത് ഇതിനെല്ലാം കൂടെ? വാ. ഒരു കുറവും ഇല്ലടാ. നാട്ടിലായിരുന്നു ഈ കിഷൻ വൈദ്യനെ കൊണ്ട് തടവിക്കായിരുന്നു. ഇതിനാടാ മനസ്സമാനത്തോടെ ഇരുന്ന് ഞങ്ങളെ സിറ്റി കൊണ്ടിട്ടത്. എന്തോ നമ്മ ഇങ്ങനെയൊക്കെ പറയണേ? മോളുടെ സ്റ്റഡീസ് അവിടെ ആയതുകൊണ്ടല്ലേ. എടി ആ ഫോൺ ഇങ്ങത്താ. ആ മക്കളെ, നിനക്ക് സുഖം തന്നെ? സുഖം തന്നെ. ഇവിടെ മക്കളെ, അടുത്ത മാസം 3-ാം തീയതി അക്കരയുള്ള രാജേഷിന്റെ മോളെ കല്യാണമാണ്. അവനാണെങ്കിൽ ഇവിടെ ഒന്ന് വിളിച്ചേന്, നമുക്കൊന്ന് പോണം. അതെങ്ങനെയാ? ആ സമയത്ത് അവളുടെ എക്സാം അല്ലേ?
നിങ്ങളും കൂടെ പോയാൽ പിന്നെ എടാ അത് നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഭാര്യ എടുത്ത് 2 ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് വരാൻ പറ. അതൊന്നും ഇപ്പം നടക്കൂല അച്ഛാ. അവളിപ്പോൾ പ്രൊമോഷനായിട്ട് കയറിയല്ലേ ഉള്ളൂ, ഉടനെ ഒന്നും ലീവ് കിട്ടത്തൊന്നുമില്ല. മാത്രമല്ല അങ്ങോട്ടേക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനും അല്ല ഇപ്പോൾ. എടാ കല്യാണത്തിന് പോവാതിരിക്കാൻ പറ്റൂല. ഓ പിന്നെ കല്യാണം എക്സാമിനെക്കാളും വലുതല്ലേ കല്യാണം. അച്ഛൻ ഒന്ന് ഫോൺ വെച്ചേ. അമ്മയുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഞാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. എനിക്കൊരു കോൾ പറഞ്ഞു, ഞാൻ വിളിക്കാം. ശരി. എടാ അത് അയ്യോ മനുഷ്യ എന്റെ കാല് ഒടിക്കല്. അതെ ഇതിപ്പോ ഇങ്ങനെ കാല് തറയിൽ ഊന്നാൻ പറ്റാതെ എങ്ങനെയാണ്? നമുക്ക് വല്ല കളരിയിലും കൊണ്ടുപോയി തടവിച്ചാലോ? പോണം. ആരോ വന്നു തോന്നുന്നു, ഞാൻ നോക്കിയിട്ട് വരാം. വയ്യ. ആരാ? സുനിൽ സാർ പറഞ്ഞിട്ട് കെയർ ടു ഹോമിൽ നിന്ന് വരുവാണ്. ഇവിടുത്തെ അമ്മയ്ക്ക് വീണിട്ട് കാലിന് നല്ല വേദനയാണെന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റാ, ഇത് ഡോക്ടർ. പറഞ്ഞു എടി മോൻ പറഞ്ഞു വിട്ട ഡോക്ടറാണ്. അമ്മേ ഞാനത് ഒന്ന് നോക്കാണേ, പേടിക്കണ്ട. പതുക്കെ. എന്ത് പറ്റിയതായിരുന്നു അമ്മേ? അലക്കലിൻ്റെ അവിടെ വന്ന് ചറുക്കി വീണത്. ഇവക്ക് കാല് തീരെ വേദന പറ്റാത്തതുകൊണ്ട് ഞാൻ തടവി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ അച്ഛൻ അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ വീണ് കാലിന് പരിക്ക് പറ്റുമ്പോൾ അമർത്തിരുമാൻ പാടില്ല. ലിഗമെന്റ് സ്ട്രെയിനോ ചെറിയ ഫ്രാക്ചറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഈ സമയത്ത് നമ്മൾ അമർത്തി തിരുമിയാലേ ബ്ലഡ് സർക്കുലേഷൻ കൂടി നീരും പെയിനും ഇരട്ടിയാവും. അമ്മയ്ക്കിപ്പോൾ ഇവിടെ പെയിൻ ഉണ്ടോ? ശ്രേയ അമ്മയുടെ ലെഗ് മൂവ്മെന്റ് ഒന്ന് അസസ് ചെയ്യ്. ഞാൻ ഒന്ന് വെക്കുകയാണെ പതുക്കെ. അമ്മ ഈ വിരലൊന്നും അനക്കോ, ബലം പിടിക്കേണ്ട, പറ്റുന്ന പോലെ മതി. സിറ്റിയിലൊക്കെ ഡോക്ടർമാർ വീട്ടിൽ വന്ന് പരിശോധിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പുതിയ അറിവാണ്. എനിക്കും ഈ പറഞ്ഞ പോലെ പ്രഷറും കൊളസ്ട്രോളൊക്കെ ഉണ്ട്. ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അങ്ങ് പോയി കിട്ടും. അയ്യോ അച്ഛൻ ബുദ്ധിമുട്ടുണ്ട, കേട്ടുകൊമ്പലൊന്ന് വിളിച്ചാൽ മതി. ഡോക്ടർ കൺസൾട്ടേഷൻ, ബ്ലഡ് സാമ്പിൾ കളക്ഷൻ, ഇഞ്ചക്ഷൻ എടുക്കുന്നത്, അങ്ങനെ എല്ലാം നമ്മുടെ ടീം തന്നെ വന്ന് ചെയ്തോളൂ. ലാബ് റിപ്പോർട്ട് വാങ്ങിക്കാനും പറയണ്ട, വാട്സാപ്പിൽ വരൂലേ, മരുന്ന് ഞങ്ങൾ തന്നെ എത്തിക്കും. അത് കൊള്ളാലോ. അപ്പോൾ ഇവക്ക് ഫിസിയോ എല്ലാം ചെയ്യണമെങ്കിൽ മോള് വരോ? വരും അച്ഛാ. ഡോക്ടറും നഴ്സും മാത്രമല്ല, ഹോസ്പിറ്റലിലുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ വീട്ടിൽ തന്നെ എത്തിക്കും. ഹോസ്പിറ്റൽ ബെഡ്, വീൽ ചെയർ, ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ്, ഇനിയിപ്പോൾ അമ്മയ്ക്ക് വേണമെങ്കിൽ സപ്പോർട്ടിന് വാക്കിംഗ് സ്റ്റിക്ക് ആണെങ്കിലും കെയർ ടു ഹോമിൽ നിന്ന് റെന്റിന് എടുത്താൽ മതി. ഞങ്ങൾ ട്രിവാൻഡ്രം മൊത്തം കവർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പരിപാടി ഏതായാലും കൊള്ളാം. മക്കൾക്കൊന്നും ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമയമല്ലല്ലോ, പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുകയും വേണ്ട. അയ്യോ എന്തു പറ്റിയമ്മ, വേദനയുണ്ടോ? അതല്ല ചേട്ടാ, മണി 5:30 കൊച്ചി ഇതുവരെ വന്നില്ല. ഒന്ന് കോളേജിൽ പോയി നോക്കൂ. എടി അത് വേണോ? അവളിങ്ങി വന്നോളും. കഴിഞ്ഞ തവണ പോയപ്പോൾ തന്നെ അവളെ വായിരിക്കണം മുഴുവനും ഞാൻ കേട്ടേ. ശരിയടാ, നാളെ കാണാം. ദൈവമേ, ഈ കൊച്ചു എന്തോന്ന് കാണിക്കണത്? അയ്യോ അമ്മ ഇങ്ങനെ കാല് കുത്തലേ പ്രശ്നമാവും. ഇതിന് കൂടുതൽ എന്തിനു പ്രശ്നം ഉണ്ടാകാം? ചേട്ടാ അവിടെ ഏതോ ഒരു ചെറുക്കൻ്റെ കൂടെ ബൈക്കിൽ കയറി വന്നിരിക്കുന്നു. ആരെങ്കിലും കണ്ടാലോ? എടി നീ ഒന്ന് സമാനപ്പെടും, ഞാൻ സംസാരിക്കാം. അമ്മ കാൽ 2 ദിവസത്തേക്ക് അനക്കാൻ പാടില്ല, ഇപ്പൊ ഒന്നും ചെയ്യരുത്. അവൾ ഇന്നലെ ബൈക്കിൽ അവൻ്റെ കൂടെ വന്ന സ്ഥിതിക്ക് ഇന്ന് കോളേജിൽ പോണത് അവൻ്റെ കൂടെ ആയിരിക്കും. എനിക്കൊരു സംശയം ഇല്ലാതില്ല. നിങ്ങളൊന്ന് ബസ് സ്റ്റാൻഡിൽ പോയി നോക്കൂ. അത് വേണോ? വേണം, എപ്പോഴും ഒരു ശ്രദ്ധ വേണം. പ്രായം അതല്ലേ. അപ്പൊ പിന്നെ എങ്ങോട്ട് പോകുന്നു? അത് പിന്നെ കുറച്ചപ്പുറം എൻ്റെ ഒരു കൂട്ടുകാരൻ താമസമുണ്ട്, അവനെ നോക്കി ഇറങ്ങിയതാണ്. അല്ലാതെ മക്കളെ ഫോളോ ചെയ്ത് വന്നതല്ല. അതിപ്പോ പറഞ്ഞപ്പോ കൃത്യമായിട്ട് മനസ്സിലായി കേട്ടോ. ആ നീ എത്തിയാ? സോറി ഡി, കുറച്ച് ലേറ്റ് ആയി പോയി. ആൺകുട്ടിയുടെ സൗണ്ട്. ആരാ മോളെ ഇത്? ഇതെന്റെ ഫ്രണ്ട് അമ്മൂമ്മ, കമ്പൈൻ സ്റ്റഡിക്ക് വന്നതാ. നീ എവിടാ? ചേട്ടാ ഒന്ന് വേഗം വാ. അവളെ ഇന്ന് കമ്പൈൻ സ്റ്റഡി തുടങ്ങി വേറെ ഏതോ ഒരു ചെറുക്കനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. അങ്ങനെയാടി, ഞാൻ ഇപ്പൊ പുറകെ വരാം. നീ ആ പിള്ളേരെ ഒന്ന് നോക്കൂ. ശരി ശരി.
സ്യൂഡോ ഗ്ലാൻഡോറ സ്റ്റേജ്, അതെന്ന് പറഞ്ഞാൽ 5 to 16 വീക്സ് ആണ് അതിൻ്റെ ഒരു ടൈം പീരീഡ് പറയണത്. എന്താ അമ്മ? മോൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനമ്മയും ദുബായില്ല, ഞാൻ അങ്കിളുടെ വീട്ടില. ഓ ആണല്ലേ. ഇവിടെ അടുത്ത് തന്നെയോ വീട്? ആ, മാക്സിമം ഒരു 15 മിനിറ്റ്. മോനെ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇല്ല, വേണ്ട അമ്മൂമ്മ. എന്നാലും എന്തെങ്കിലും എടുക്കാം. എന്നാലും കുറച്ച് കഴിഞ്ഞ് മതി. വേറെ അഴുക്ക ചെറുക്കൻ. എടീ, എനിക്ക് നല്ല ഉറക്കം വരുന്നത്, ഞാൻ ഒന്ന് മോൻ കരിയിട്ട് വരാം. അവനുണ്ട്. ബട്ടർ തേച്ച് 2 ബ്രെഡ് എടുക്കട്ടാ? വേണ്ട. ശരി. എന്താ മോൻ്റെ പേര്? ഇവന്റെ പേര് റിയാൻ. ഇവിടെ അടുത്ത താമസം. അച്ഛനും അമ്മയും ദുബായിലാണ്. ഇപ്പൊ മാമന്റെ കൂടെ. അവൻ വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണ് വന്നത്. ഇനി ഇതിൽ കൂടുതൽ അപ്പൂപ്പൻ എന്തെങ്കിലും അറിയാനുണ്ടോ? ചെറുക്കൻ പോയെന്നാണ് തോന്നുന്നത്. നീ അവളെ ഇങ്ങോട്ട് വിളിച്ചാൽ 1-2 കാര്യങ്ങൾ പറയാണ്ട്. വിളിച്ചിട്ട് അയ്യോ എന്താണ്? അറിയാതെ ഉറങ്ങിപ്പോയി. അമ്മൂമ്മ വിളിച്ചെന്തായാലും നന്നായി. ഇനി ഒരുപാട് പോർഷൻസ് നോക്കാനുണ്ട്. മതി മതി, ഇന്നത്തേക്കുള്ള പഠിത്തമൊക്കെ മതി. ഇപ്പൊ തന്നെ നിങ്ങൾ നല്ല ക്ഷീണിച്ച്. എടാ, നിനക്ക് വീട്ടിൽ പോകണ്ടേ? വീട്ടിൽ തിരക്കൊന്നുമില്ലേ? സമയത്ര ആയില്ലേ അപ്പൂപ്പ? ഞാൻ നാളെ രാവിലെ പോയാൽ പോരെ? എന്നാ ഒരു കാര്യം ചെയ്. ആ മക്കളെ, എഴി ഇന്ന് അപ്പൂപ്പൻ്റെ കൂടെ കിടക്കാം. ജയന്തി, നീ വന്ന് കൊച്ചിൻ്റെ കൂടെ കിട. ഇന്ന് ഇവിടെ കിടന്നാൽ മതി. മോളവിടെ നീങ്ങിക്കട, ഞാൻ ഇവിടെ കിടക്കാം. ആ മക്കൾ വാ, അപ്പൂപ്പൻ്റെ കൂടെ കിടക്കാം. വാ. ഇടി, എനിക്കാണെങ്കിൽ ആകെ പ്രാന്ത് പിടിച്ചിട്ട് വയ്യ. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒന്നും തലയിൽ കയറണില്ല. എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. നിന്റെ അവസ്ഥ ഇപ്പം എന്താണ് അവിടെ? മക്കളെ, ഇതെടുത്ത് ചൂടോടി കുടിയേ. എന്ത് പറ്റി മക്കളെ? മുഖം വല്ലാതിരിക്കണ മക്കളെ, എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും ഇപ്പൊ ഒന്ന് പറ മക്കളെ, നമുക്കത് പരിഹരിക്കാം. ഒന്ന് പോയി തരൂ മക്കളെ, വന്ന് കുടിക്ക്. എനിക്കൊന്നും വേണമെന്നല്ലേ പറഞ്ഞത്? മനുഷ്യരുടെ ഭ്രാന്തെടുത്തിരിക്കുമ്പോ അതുകൂടി ഇതുകൂടി കൊല്ലാകൊല ചെയ്യാതെ കഴിഞ്ഞിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടാ? ഒരാള് വേണ്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധവും ഇല്ല. എന്തോ ഇത്? അപ്പൊ ഈ അമ്മയുടെ ശല്യം ചെയ്തിരിക്കാൻ പറയോ? എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഞാൻ ഇതുവരെ നിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കുറച്ച് സ്വാതന്ത്ര്യം തരുമ്പോ തലേ കയറിയിരിക്കണ. നീ ആർത്താണ് ഇങ്ങനെ സംസാരിക്കണത്? ഇത് നിന്റെ അച്ഛൻ്റെ അമ്മയാണ്. സംസാരത്തിൽ ആ ഒരു മര്യാദ വേണം. മാപ്പ് പറയടി, മാപ്പ് പറയാൻ. അച്ഛനും അമ്മേനെ കൊല്ലാനാണ് കൊണ്ടിട്ടേക്കുന്ന. ഇവിടെ ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ല. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടാ കുറ്റം, ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്താ കുറ്റം, ഫ്രണ്ട്സിന്റെ അടുത്ത് മിണ്ടിയാ കുറ്റം, ഇരുന്നാ കുറ്റം, എല്ലാത്തിനും കുറ്റം. ഇതെന്തോന്ന് ജയിലാ? എന്തെങ്കിലും ഒന്ന് ചെയ്യച്ചാ. ആ മക്കളെ പറയടാ. ആ അച്ഛാ, ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞ നേര് തന്നെ. എന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഏത് നേരം അവളുടെ പുറകെ സിഐഡികളെ പോലെ ഇങ്ങനെ നടക്കുന്നത്? പിന്നെ നമ്മളെ കൊച്ചുമക്കളുടെ കാര്യം നമ്മൾ അന്വേഷിക്കണ്ടേ? ഇനി മുതൽ നിങ്ങൾ അവളുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടപെടണ്ട. അത് ഈ കുറച്ചിട്ടുള്ള ശ്രദ്ധയൊക്കെ മതി. മനസ്സിലായോ? എടാ, പോയിട്ട് തിരിച്ചെത്തുമ്പോ ലേറ്റ് ആവത്തില്ലേ? അപ്പൂപ്പനാണ് അറിഞ്ഞു കോളേജ് വന്ന് സീനാവേ. രാവിലെ എക്സ്ട്രാ ക്ലാസ് ആണെന്ന് പറഞ്ഞാൽ ഇറങ്ങിയാ മതി. ഞാൻ നോക്കിക്കോളാം ബാക്കി. ഞാൻ നോക്കട്ടെ. ആ ശരി ശരി, എങ്കിൽ രാവിലെ ഞാൻ ബൈക്കുമായിട്ട് വരാം. മക്കളെ, ആരാ വരുന്ന്? വിളിക്കാം. കള്ളം പറഞ്ഞ അച്ഛൻ വീട്ടിൽ വന്ന് കിടക്കണം. നിന്നെ ഇനി കുടിച്ച വെള്ളത്തിൽ എവിടെ തിരിഞ്ഞാലും കുൽസിത അവന്റെ ആകാൻ. ഇതിന്റെയൊക്കെ തന്തമാര് കോളേജിൽ പഠിക്കാൻ വിട്ട പാർക്കിൽ വന്ന് ഇതാണ് പരിപാടി. ഇതിനൊക്കെ എന്തിനാണ് നിങ്ങളെന്ന് പറ. മോളെ
മോളെ ആഹാ, നീ പറഞ്ഞ കാര്യം വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഉണ്ടായിരുന്നാ ഇവിടെ? വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാണ്? എന്റെ മോളെ എന്ത് വിശ്വസിച്ചാ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയെന്ന് എനിക്കിപ്പോ മനസ്സിലാവാത്തത്. എന്തോടാ കാര്യം? എന്തോ കാര്യമെന്നാ? കാണ്ട ഇതൊന്ന് കണ്ടു നോക്ക്. ഇതിന്റെയൊക്കെ തന്തമാര് കോളേജിൽ പഠിക്കാൻ വിട്ട പാർക്കിൽ വന്ന് ഇതാണ് പരിപാടി. ഇതിനൊക്കെ എന്തിനാണ് നിങ്ങളെ? നീ വീഡിയോ മാത്രമല്ലേ കണ്ടുള്ളൂ. അതിന് മുമ്പ് നടന്നത് അതിന് ശേഷം നടന്നത് നിനക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ എനിക്ക് എക്സ്ട്രാ ക്ലാസ് കൊണ്ട് ഞാൻ വരുമ്പോൾ ലേറ്റ് ആവും. ജയന്തി, എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. നീ ആ വണ്ടിയുടെ താക്കോലം നിങ്ങൾ എടുത്താണ്. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നാളെ അവൾ എക്സാം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. നീ ധൈര്യമായിട്ട് പോ. ടേയ്, ഉള്ള ടെൻഷൻ്റെ മുകളിൽ നീ കുറച്ചും കൂടി ടെൻഷൻ അടിച്ച് കേട്ടില്ലേ? നീ വെച്ചിട്ട് പോയേ. ഈ ഫോട്ടോ എങ്ങനെയുണ്ട്? ആ, നല്ല രസമുണ്ടല്ലോ. എവിടെ എടുത്തേ? കണ്ടല്ലോ, എല്ലാരും കൈയോടെ തെളിവ് കണ്ടോ? ഒരു പാർക്കിലും ഫാമിലിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെ തിരിഞ്ഞാലും കുൽസിത അവന്റെ കോളേജിൽ പഠിക്കാൻ വിട്ട പാർക്കിൽ വന്ന് ഇതാണ് പരിപാടി. ഇതിനൊക്കെ എന്തിനാണ് നിങ്ങൾ തന്നെ പറ. അനാവശ്യം വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യും. സൗകര്യമില്ല ഡിലീറ്റ് ചെയ്യാൻ. നീയൊക്കെ ഇവിടെ കിടന്ന് ഓരോ വൃത്തിയോട് കാണിക്കും. എല്ലാരും അറിയട്ടെ, ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാൻ പോയെന്നെ. എനിക്ക് വല്ലാത്ത ചൊറിച്ചിലാണല്ലോ. ആണ് ഇവിടെ നല്ല ചൊറിച്ചിലുണ്ട്. വന്ന് ചൊറിയടാ, ചൊറി. കൊച്ചേ, വീട്ടുകാർ കോളേജിൽ പഠിക്കാൻ വിട്ടാ പഠിക്കണം, അല്ലാതെ മേക്കപ്പ് ഇട്ട് പയ്യന്മാരെ കറക്കി ഇവിടെ വന്ന് ഇന്ന് മറ്റേ പരിപാടിയെല്ലാം ഉണ്ടാക്കണം. നീ ആണുങ്ങളെ കയ്യോടി. നീ എന്റെ കൊച്ചിന്റെ ദേഹത്ത് കഴിക്കാറാടാ. പിള്ളേര് നല്ല രീതിയിൽ പോകണമെന്നുള്ള ഉദ്ദേശത്തിലാണ് നീ പറഞ്ഞെങ്കിൽ ശരി. ഇത് നിന്റെ ക്രിമികളെ ഞാൻ മാറ്റിത്തരാം. എടാ, ഇത്രയൊക്കെ നടന്നിട്ട് നിന്റെ മോൾ ഇത് വല്ലോ നിന്റെ അടുത്ത് പറഞ്ഞ? യാതൊരു വീഡിയോ കണ്ടിട്ടല്ലേ നിന്റെ മോൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നീ മനസ്സിലാക്കിയത്? സ്വന്തം മോള് നിന്റെ അടുത്ത് ഒന്നും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ നീ അവൾക്ക് നല്ലൊരു അച്ഛനാണെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. എടാ, പണ്ടൊക്കെ നിങ്ങളുടെ മുഖം മാറിയാൽ ഞങ്ങൾ അറിയും. ഇപ്പം നിങ്ങൾക്ക് ഒന്നിനും സമയമില്ലല്ലോ. പിള്ളേർ റൂം അടച്ചിട്ട് എന്ത് ചെയ്യണമെന്നാ, അവർ ഏത് ലോകത്താണെന്നോ അവർ കൈവിട്ട് പോയാൽ പോലും നിങ്ങളൊന്നും അറിയില്ല. എൻ്റെ പൊന്നുമ നേരത്തെ പറഞ്ഞല്ല നിന്റെ മോളെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോണേന്ന്. നിന്റെ മോളെ ഞങ്ങൾ ഏൽപ്പിക്കാൻ ഞാൻ പറഞ്ഞ അല്ല. ഇവളെ നോക്കേണ്ട ഞാനാണ്, അത് അവളുടെ തന്തയായിട്ടുള്ള നീയാണ്. എടാ, ഇന്നത്തെ പിള്ളേരുടെ രീതികളും പരിഷ്കാരങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങളുടെ സകല കാര്യങ്ങളും മാറ്റി വെച്ച് ഇവിടെ വന്ന് നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നിട്ട് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ പേരക്കുട്ടിയുടെ ഭാവിയുടെ കാര്യമല്ലേ എന്ന് ഓർത്തിട്ടാണ്. പക്ഷെ അതിൻ്റെ വിലയൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നീ ഞങ്ങളിവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അവളുടെ അപ്പൂപ്പനും അമ്മൂമ്മയായിട്ടല്ല, അവൾക്ക് 4 നേരം വച്ച് വിളമ്പാനുള്ള വേലക്കാരായിട്ട് മാത്രം. നീ പാടി. പേരക്കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി അപ്പൂപ്പനെയും അമ്മൂമ്മയും സ്വന്തം നാട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മക്കളെ നോക്കാൻ ഏൽപ്പിക്കുന്ന ഒരു രീതി അതിപ്പോൾ സ്ഥിരം കാഴ്ചയാണ്. ജീവിതകാലം മൊത്തം ഓടി ഒന്ന് വിശ്രമിക്കേണ്ട സമയം സ്വന്തം നാടും കംഫർട്ട് സോണും ഒക്കെ വിട്ട് ഇവരിവിടെ വന്ന് നിന്നാലോ? ഇന്നത്തെ ജെൻസി കിഡ്സിന് ഇവർ പറയുന്നതൊന്നും പിടിക്കില്ല. പലർക്കും അപ്പൂപ്പനും അമ്മൂമ്മയും ലിറ്ററലി ഒരു ശല്യമാണ്. സംഭവം ജനറേഷൻ ഗ്യാപ്പ് വലിയൊരു പ്രശ്നമാണ്. പുതിയ പിള്ളേരുടെ രീതിയും ലൈഫ് സ്റ്റൈലും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ അവർക്ക് ചിലപ്പം പറ്റിയെന്ന് വരില്ല. പക്ഷേ അവരുടെ സ്നേഹവും കരുതലും 100% ജെനുവിനാണ്. നിങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ടൈം അവരോട് ദേഷ്യപ്പെടുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് ചിന്തിക്കും. ഇനി പാരൻസിനോടൊരു കാര്യം, നിങ്ങൾ വൻ തിരക്കിലാണെന്ന് വെച്ചിട്ട് നിങ്ങളുടെ മക്കളെ ഫുൾ ടൈം നോക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്ന നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? അപ്പൂപ്പനും അമ്മൂമ്മയാണെങ്കിൽ അവർക്ക് ആ ബഹുമാനം കിട്ടണം. നിങ്ങളുടെ മക്കൾ അവർക്ക് ആ ബഹുമാനം കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ തന്നെ അവരെ ഒരു ശമ്പളമില്ലാത്ത കെയർ ടേക്കറായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മക്കൾ അവർക്ക് വില കൽപ്പിക്കില്ല. സ്മാർട്ട് ഫോണും ഫ്രണ്ട്സും ഫോളോവേഴ്സും ആണ് ലോകമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ ലൈഫിലൊന്ന് പതറിപ്പോകുമ്പോൾ നിങ്ങൾ ആദ്യം ചേർത്ത് പിടിക്കുന്നത് ഇവരായിരിക്കും. ആ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ സ്നേഹം ഒരിക്കലും നിങ്ങൾ കാണാതെ പോകരുത്.
എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഡിജിറ്റലി ഈ ലോകം ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ ബന്ധങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇതിനൊരു മാറ്റം വരാൻ ഇത്തരം വീഡിയോ സഹായിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന Care to Home. Healthcare that treats you like family.